ഇനിയും സെക്കൻഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ലെയറിന് ഇപ്പോൾ യെല്ലോയുടെ സൈഡ് നമ്മൾ എടുക്കുന്നു. യെല്ലോയുടെ നേരെയുള്ള ഇങ്ങനത്തെ ഈ 4 പീസസ് 1 2 3 4 ഈ 4 പീസസിൽ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുക. ഈ 2 പീസിൽ യെല്ലോ ഉണ്ട്, പക്ഷേ ഇത് ബ്ലൂ ആൻഡ് റെഡ് ആണ്, ആൻഡ് ഇവിടെ ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ്. അപ്പോൾ ഈ 2 പീസസിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ ഫേസ് ചെയ്ത് പിടിക്കുക. ഇപ്പം ഞാൻ ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ആൻഡ് ബ്ലൂ എടുക്കാം. ഇപ്പോൾ ഞാൻ റെഡ് ആൻഡ് ബ്ലൂ എടുത്തെങ്കിലും ഈ ബ്ലൂ ആണ് റെഡിൻ്റെ താഴെയുള്ള പീസ്. ഈ ബ്ലൂവുമായിട്ട് നമ്മൾ ഇവിടുത്തെ സെൻറ്റർ പീസ് അലൈൻ ചെയ്യണം. അതിന് നമ്മൾ സിമ്പിളായിട്ട് ഈ താഴത്തെ 2 ലെയേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അലൈനായി. എന്നിട്ട് നമ്മളെ ഫേസ് ചെയ്തത് പിടിച്ചിട്ട് ഈ ബ്ലൂ ഇപ്പോൾ ഇവിടെയാണ്, ഈ റെഡാണ് ബ്ലൂവിൻ്റെ മേലത്തെ കളർ. ഈ റെഡ് ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് നോക്കാം. ഇപ്പം ബ്ലൂ ആൻഡ് റെഡ് എവിടെയാണ്? ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കി, ഇവിടെ ഓറഞ്ചാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ റെഡ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെയാണ് റെഡ്, ഇവിടെയാണ് ഓറഞ്ച്. അപ്പം റെഡ് ഇവിടെയാണെങ്കിൽ, റെഡ് ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടോപ്പ് ലെയർ തിരിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ ലെയർ മുകളിലേക്ക് ഉയർത്തുക. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച ടോപ്പ് ലെയർ തിരിച്ച് റൈറ്റിലേക്ക് ആക്കുക. നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുപോയ റൈറ്റിലെ ലെയർ താഴേക്കാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നമ്മൾ ആദ്യം എങ്ങനെയാണോ ഇവിടെ വൈറ്റ് കൊണ്ടുവരാൻ ചെയ്തത് അതേ സ്റ്റെപ്പ് ചെയ്യുക. അലൈനാണ് ഇവിടെ, ഇപ്പോൾ ബ്ലൂ അലൈനാണ്. നമ്മുടെ നേരെ ഇങ്ങനെ ഈ വൈറ്റ് പിടിക്കുക, ഇങ്ങനെ ഇട്ടാക്കുക. നൗ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു പീസ് ആയിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെയും പീസ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലൂ ആൻഡ് ഓറഞ്ച്, ഇവിടെ യെല്ലോ ഇല്ല. ബ്ലൂ ആൻഡ് ഓറഞ്ച് എടുക്കുന്നു. ഓറഞ്ച് ഇവിടെ അലൈനാണ്. ഇപ്പോൾ ബ്ലൂ എൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക. റൈറ്റിലുള്ള ലെയർ മുകളിലേക്കാക്കുക. ടോപ്പ് ലെയർ തിരിച്ച് റൈറ്റിലേക്ക് കൊണ്ടുവരിക. റൈറ്റിലെ ലെയർ താഴേക്കാക്കുക. പിന്നെയും നമ്മൾ ഇവിടെ എങ്ങനെ വൈറ്റ് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിച്ചു അതേ ടെക്നിക്ക് ചെയ്യുക. ഇവിടെ അലൈനാണ്. നമ്മൾ വൈറ്റ് നമ്മുടെ നേരെ പിടിക്കുക, റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, റൈറ്റിലേക്ക് തിരിച്ച് തിരിക്കുക, നമ്മുടെ ലെഫ്റ്റ് ലെയർ താഴേക്ക് താത്തുക. അപ്പം നമ്മുടെ ബ്ലൂവിൻ്റെ ഈ 2 ലെയർ ഫോമായി. വൈറ്റ് ഇപ്പോൾ അങ്ങനെ തന്നെയുണ്ട്. ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. മേളിൽ ഏതൊക്കെയാണോ യെല്ലോ ഇല്ലാത്ത പീസസ് അത് എല്ലായിലും യെല്ലോ വരുന്നിടം വരെ ചെയ്യുക. ഇല്ലെങ്കിൽ 2 ലെയർ ഇവിടെ ഫോം ആവുന്നിടം വരെ ചെയ്യുക. സെയിം സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആൻഡ് ഓറഞ്ച് അലൈനാണ്. ഗ്രീൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് പൊക്കുക, റൈറ്റിലേക്ക് തിരിച്ച ടോപ്പ് ലെയർ തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പൊക്കിയ ലെയർ താത്തുക. അപ്പോൾ വീണ്ടും ഒരു വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓറഞ്ചുമായിട്ട് അലൈനാണ്. ആ വൈറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് പൊക്കുക, നമ്മൾ ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിച്ച ലെയർ തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക, താത്തുക. അപ്പോൾ ഇപ്പോൾ ബ്ലൂ 2 ലെയർ ഫോം ആയതുപോലെ ഓറഞ്ചും 2 ലെയർ ഫോം ആയിട്ടുണ്ട്. വീണ്ടും അതേ സ്റ്റെപ്പ് ചെയ്യുക. ഗ്രീൻ ആൻഡ് റെഡ് അലൈൻ ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ ഗ്രീൻ എൻ്റെ റൈറ്റ് സൈഡിലാണ്. ഗ്രീൻ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ പൊക്കുക, തിരിച്ച് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക, നമ്മൾ പൊക്കിയ ലെയർ ലെഫ്റ്റിലെ താത്തുക. അപ്പോൾ വീണ്ടും ഇവിടുന്ന് ഒരു വൈറ്റ് പോയിട്ടുണ്ട്. അത് സെയിം സ്റ്റെപ്പ് ചെയ്ത് ഇവിടുന്ന് അലൈനാണ്. നമ്മൾ ലെഫ്റ്റിലാണ് ഇപ്പോൾ വൈറ്റ് പീസ് ഉള്ളത്. റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, റൈറ്റിലേക്ക് തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പൊക്കിയത് താത്തുക. അപ്പോൾ ഇവിടെ ബ്ലൂവിൻ്റെ 2 ലെയർ ഫോമായി, റെഡിൻ്റെ 2 ലെയർ ഫോമായി, ഗ്രീനിൻ്റെ 2 ലെയർ ഫോമായി, ഓറഞ്ചിൻ്റെയും 2 ലെയർ ഫോമായി.